ഇവിടെ ബ്രദർ തങ്കു ബ്രദർ ശുശ്രൂഷിക്കുന്ന കണ്ടപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതിൽ ഒരാൾ ഞാനാണ്. നല്ല വിദ്യാഭ്യാസമുണ്ട്, ഇംഗ്ലീഷ് നല്ലതായിട്ട് സംസാരിക്കും, ഹിന്ദി നല്ലതായിട്ട് സംസാരിക്കും. അന്ന് സാക്ഷ്യം പറയുവാൻ ലജ്ജ ഉണ്ടായിരുന്ന, കഴിവുണ്ടായിട്ടും പറയുവാൻ കഴിയാതിരുന്ന ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ് നമ്മളിന്ന് കണ്ടത്. All praise and glory to our Lord and Savior Jesus Christ. എല്ലാ മഹത്വം നമ്മുടെ കർത്താവിന്. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് എല്ലാ സ്തുതിയും അർപ്പിക്കും. Out of His fullness we all are going to receive more and more, filled more and more. അവന്റെ നിറവിൽ നിന്ന് നമ്മളെല്ലാവരും ഇന്ന് ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നിറവിൽ അധികം 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 പ്രാപിക്കും. We are not in a preaching competition. We are listening to different dimensions of the word of God. നമ്മളിവിടെ ഒരു പ്രസംഗ മത്സരം കേൾക്കാൻ വന്നവരല്ല, മറിച്ച് ദൈവത്തിന്റെ വിവിധ നന്മകളുടെ വിവിധ വശങ്ങൾ ദൈവദാസന്മാരിൽ കൂടെ നമ്മൾ കേൾക്കുക. The word of God is like diamond. As you rotate, it emits different colors. So you are listening word after word after word, and it is emitting the fullness of Jesus Christ. ഒരു രത്നത്തിൽ കൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിന്റെ വിവിധ നിറങ്ങൾ വരുന്നത് പോലെ സർവസമ്പൂർണനായ ദൈവത്തിന്റെ വിവിധ നിറങ്ങൾ ദൈവദാസന്മാരിലൂടെ ആ ദൈവത്തിന്റെ പൂർണ്ണത നമ്മൾ ഗ്രഹിക്കുകയാണ്. I really honor Pastor R. Abraham. ഞാൻ ഈ സമയത്ത് പാസ്റ്റർ ആർ അബ്രഹാമിനെ എന്റെ ഹൃദയപൂർവ്വം എന്റെ ബഹുമാനം അറിയിക്കുന്നു. Not from today, for years. If he says do this, it is done for me. As long as he says it, I trust him, and he's a real man of God with great vision. And 50 years is a time to follow his vision. കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായി ആ കർത്താവിന്റെ ദാസൻ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. അത് ഒരു കാര്യം എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യും. അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മ, അദ്ദേഹത്തിൻ്റെ ആ പിതൃതുല്യമായ സ്നേഹം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. മാത്രമല്ല തൻ്റെ ശുശ്രൂഷയുടെ 50 വർഷങ്ങൾ ഇവിടെ ആകുമ്പോൾ ഹൃദയം നിറഞ്ഞ അനുഗ്രഹങ്ങൾ നേരുന്നു. God willing, this December 31st, we want to honor him right here in this stadium for completing 50 years of his ministry to the Lord. എല്ലാ ഡിസംബർ 31-നും കർത്താവിൻ്റെ വയലിൽ വളരെ അധ്വാനിച്ച ദൈവദാസന്മാരെ ഞങ്ങളിവിടെ ഡിസംബർ 31 നടക്കുന്ന മീറ്റിങ്ങിൽ മാനിക്കാറുണ്ട്. ഈ വർഷം കർത്താവിൻ്റെ ദാസനെ ഇതേ സ്റ്റേജിൽ ഞങ്ങൾ മാനിക്കണം എന്നും ആഗ്രഹിക്കുന്നു. Also, Joy Chan is not here. Joy Tanil Chan. Joy Chan is here. He was the witness 29 years ago as I was paralyzed and getting up for Jesus Christ. ഇവിടെ കഞ്ഞിക്കുഴിയിലടുത്ത് നടന്ന ഒരു മീറ്റിങ്ങിൽ തളർന്നവനായി, വാഹനാപകടത്തിൽ തളർന്നവനായി ഞാൻ ഇരിക്കുമ്പോൾ, ആ ചെറിയ മീറ്റിങ്ങിൽ ദൈവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ സൗഖ്യത്തിലേക്കും വീണ്ടും ജനനത്തിലേക്കും നടത്തപ്പെട്ടതിന് ആ മീറ്റിങ്ങിലെ സാക്ഷിയാണ് താനവരിലെ ജോയിച്ചത്. I was having Stephen Johnson syndrome, where I lost my eyesight and my whole body was decaying. That was in 92. എൻ്റെ ഈ അപകടത്തിന് മുമ്പ് തന്നെ മറ്റൊരു പ്രയാസം എനിക്കുണ്ടായി. സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രത്യേക അസുഖം ബാധിച്ച് എൻ്റെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു 92-ൽ. And then after I got healed totally, I attended Philadelphia. That is the first time we met Joy Chan. അന്ന് ഫിലദൽഫിയ IPCയിൽ എൻ്റെ ഈ അത്ഭുതകരമായൊരു സൗഖ്യം സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്നുണ്ടായി. IPC ഫിലദൽഫിയയിൽ അവിടെ വെച്ചാണ് ജോയ് ചാനെ ഞാൻ ആദ്യം കണ്ടുമുട്ടുന്നത്. And from that day onwards this relation started, and whenever I met him, the first word he would say, receive Jesus and be baptized. ഞാൻ അന്ന് കണ്ട സമയങ്ങളിലെല്ലാം എന്നെ കാണുമ്പോഴെല്ലാം ജോയ് ചാൻ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, യേശുവിനെ സ്വീകരിക്കുക, സ്നാനപ്പെടുക. But I didn't take it seriously. ഞാൻ അതിനെ ഗൗരവമായിട്ട് എടുത്തില്ല. I backslid. ഞാൻ അവിടെ നിന്ന് പിന്നെയും ആ സൗഖ്യം ദൈവം തന്നെങ്കിലും അതിനെ വ്യക്തമായി തിരിച്ചറിയാതെ പിന്മാറ്റത്തിലേക്ക് പോയി. And that was 95 when I met with a road accident, and Pastor Amos was preaching in Kottayam Muttambalam School Maidanam, where I received Jesus. November 24, 1995, I received Jesus Christ as my Lord and Savior. And as I turned, there he was standing again saying,
come to Jesus, be baptized. എൻ്റെ ആദ്യത്തെ സൗഖ്യം ദൈവം തന്നാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ വീണ്ടും ലോകവഴിയിലേക്ക് പോയി. എന്നാൽ വീണ്ടും 3 വർഷത്തിന് ശേഷം പൂനായിലുണ്ടായ വാഹന ആക്സിഡന്റിൽ ശരീരം തളർന്ന് എന്നെ മുട്ടമ്പലത്ത് നടന്ന മീറ്റിങ്ങിൽ കൊണ്ടിരുത്തുമ്പോൾ അവിടെ വെച്ച് ആമോസ് സിംഗ് പാസ്റ്റർ ശുശ്രൂഷയിൽ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് സൗഖ്യമായി. ഞാൻ യേശുവിനെ സ്വീകരിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജോയിച്ചാനും അവിടെയും എൻ്റെ കൂടെയുണ്ട്. And he said, be baptized. അദ്ദേഹം അന്നേരം പറഞ്ഞു. So when I stand here, also Casey John Pastor is not here, but I have been following him, his anointing, since the day I was Casey John Pastor. Hallelujah. So this festival of hope has 3 pillars surrounding, and we are standing in midst. അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ എന്നെ കർത്താവിൽ വളരെ കൈപിടിച്ച് നടത്തിയ ആളാണ് ഈ ശുശ്രൂഷയുടെ പേട്രനായ തുടക്കത്തിൽ കെ സി ഓൺ പാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ 3 തൂണുകൾ എൻ്റെ ജീവിതത്തിലാകമാനം എൻ്റെ ശുശ്രൂഷയിലും എൻ്റെ ആത്മീയ ജീവിതത്തിലും എനിക്ക് തണലായിരുന്നു. Today I want to tell you, anyone who is in this ground who is with great expectation, God will not disappoint you. ഇന്ന് ഈ ഗ്രൗണ്ടിൽ എനിക്ക് കർത്താവിൽ നിന്നൊന്ന് പ്രാപിക്കണം എന്ന് അഭിവാഞ്ഛയോടെ ഒരു ഹൃദയമുണ്ടെങ്കിൽ അവരെ കർത്താവ് നിരാശരായി വിടില്ല. God can only work where there is expectation. That is why Jesus said, all those who are thirsty, come to me, and I will fill them with the Holy Spirit. Rivers will flow. അതിഭയങ്കരമായ അഭിവാഞ്ഛ ഹൃദയത്തിലുള്ള ഒരു വ്യക്തിയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, അവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. I believe in the baptism of the fire of the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാലുള്ള അഭിഷേകത്തിൽ വിശ്വസിക്കുന്നു. I preach the baptism of the Holy Spirit, and I have seen grounds packed being baptized in the Holy Spirit and fire. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള അഭിഷേകത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. 10,000 കൂടുന്ന ഗ്രൗണ്ട് മുഴുവൻ അഭിഷേകത്തിൽ നിറയുന്ന കാഴ്ച എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടിട്ടുണ്ട്. Because the baptizer is not me, the baptizer is Jesus Christ, and he baptizes with the Holy Spirit and fire. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാനല്ല പ്രസംഗകനായ ഞാനല്ല ആരെയും അഭിഷേകം ചെയ്യുന്നത്. നമുക്ക് വേണ്ടി മരിച്ച് സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ കർത്താവ് വാഞ്ചയോടിരിക്കുന്ന മക്കളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും അഭിഷിക്തരാക്കി മാറ്റും. Today he is here. ആ കർത്താവിന്റെ ഇവിടെയുണ്ട്. Today Jesus is here. യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. And that is my boldness to stand over here. ആ ഒറ്റ കാര്യമാണ് ഇന്ന് ഇവിടെ നിൽക്കാനുള്ള എൻ്റെ ധൈര്യം. And he is the same baptizer, the same powerful God of gods. His name is Jesus, and out of his fullness we all will receive grace upon grace, the fire of God. 2000 വർഷം മുമ്പ് പെന്തക്കോസ്ത് നാളിൽ അഭിഷേകത്തിന്റെ അഗ്നി ഇറക്കിയ അതേ യേശു മാറ്റമില്ലാത്തവനായി ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനായി ഈ മീറ്റിംഗിന്റെ മധ്യത്തിൽ ഉള്ളതുകൊണ്ട് അവന്റെ നിറവിൽ നിന്ന് നമ്മളെല്ലാവരും നിറവിന്മേൽ നിറവ് പ്രാപിക്കും. If you believe, shout a hallelujah. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Not enough, shout Jesus. നമുക്ക് ഒന്നിച്ച നാമം ഒന്ന് ഘോഷിക്കാം, യേശുവേ. Hallelujah. I was in a conference preaching and saying, right now the baptizer is here and he will baptize you. ഞാനൊരു കോൺഫറൻസിൽ ഇതുപോലെ ഇപ്പോൾ സ്നാനപ്പെടുത്തുന്നവൻ ഇവിടെയുണ്ട്, നിങ്ങളെ ഇപ്പോൾ അഗ്നിയിൽ സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞത് ഓർക്കുന്നു. And as I was going, the translator, interpreter, he was going behind me. Suddenly a hand came and stopped me. ആ സമയത്ത് ആ പരിഭാഷകൻ അങ്ങോട്ട് നടന്നു പോവുകയായിരുന്നു. The Lord held me. ദൈവത്തിന്റെ കരം എന്റെ മേൽ വന്ന് ഇങ്ങനെ തൊടുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. And he said, I could hear Jesus say, പെട്ടെന്ന് എനിക്ക് കേൾക്കാം യേശുവിന്റെ വാക്കുകൾ,
when the fire came, അഗ്നി വന്നപ്പോൾ 120 were filled with the Holy Spirit. 120 പേർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. But Paul was not there. എന്നാൽ പൗലോസ് അവിടെ ഇല്ലായിരുന്നു. I was taken aback standing over there. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു ശബ്ദം വന്നപ്പോൾ പെട്ടെന്ന് നിന്നുപോയി. True. ശരിയാണല്ലോ. Those who received the fire, 120, their names never came. But there was one man called Paul, absent in the 120, but present in the presence of God. 120 പേരോട് ഇരിക്കാൻ കഴിയാഞ്ഞ ഒരാൾ, പക്ഷേ പുതുനിയമത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തി അന്ന് അവിടെ ഇല്ലായിരുന്നു. എന്നാൽ അവൻ തന്നെ ദൈവസാന്നിധ്യത്തിൽ ഇരുന്നപ്പോൾ അവരെല്ലാക്കാരും അധികം അനേക വർഷങ്ങൾക്ക് ശേഷം പ്രാപിച്ചല്ലോ. I was shaken out of my boots. ഞാൻ ആകമാനം ആ ശബ്ദം എന്നെ ഇളക്കി I said, Holy Spirit, I need fire. He said, yes, the fire will keep on coming and going, but one encounter with Jesus will replace a mark where no one will be able to draw you back. പരിശുദ്ധാത്മാവിന്റെ ഒരു അഗ്നിയുടെ അടയാളം നിന്റെ മേൽ കർത്താവ് തൊട്ടാൽ, ആ വാഞ്ചയുള്ളവന്റെ മേൽ തൊട്ടാൽ ലോകത്തിൽ ആർക്കും അത് മാറ്റിക്കളയാൻ സാധ്യമല്ല. I can tell you, the Holy Spirit fire will come today, and already you have it. Already you are filled with the Holy Spirit. ഇരിക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരാണ്. But if you have one encounter with Jesus, എന്നാൽ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ഏറ്റുമുട്ടലിന്റെ അനുഭവം ഉണ്ടായാൽ, one encounter, ഒരൊറ്റ ദൈവിക ഇടപെടൽ ഉണ്ടായാൽ, one encounter, ഒരൊറ്റ യേശുവുമായി വ്യക്തിപരമായ ഇടപെടൽ ഉണ്ടായാൽ, that will leave an impression forever. അതോടുകൂടെ നിന്റെ ശരീരത്തിൽ കർത്താവ് ഒരു ചൂടടയാളം എന്നേക്കും നിലനിൽക്കുന്ന ഒരു അനുഭവം തരും. Then nothing can stop you. പിന്നെ നിന്നെ ആർക്കും പിടിച്ചു നിൽക്കാൻ Whether you feel it or not, you will march forward like a warrior, because you have touched him, you have heard from him, and you know Jesus is alive. ആ അനുഭവം നിന്റെ അകത്തുണ്ടായാൽ ആരും നിന്നെ പിടിച്ചൊതുക്കത്തില്ല. നീ ഒരു പടയാളിയെ പോലെ മുൻപോട്ട് പോകും. നിന്നിലൂടെ യേശുവിനെ ലോകം അറിയും. Hallelujah! How many of you are expecting an encounter today? ഇന്ന് വ്യക്തിപരമായൊരു ഇടപെടൽ യേശുവിൽ നിന്ന് എത്ര പേർ പ്രതീക്ഷിക്കുന്നു? All those who are expecting an encounter, just for 1 minute, stand up wherever you are. അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നിമിഷം നമുക്കൊന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Just lift your hands. Just lift your hands, open your heart. Let there be no preconceived ideas. Just open your heart and say, Jesus, I want that touch again. നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി മറ്റാരെയും ശ്രദ്ധിക്കേണ്ട. യേശു കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, എനിക്ക് വ്യക്തിപരമായ ആ സ്പർശം വേണം. Just open your mouth and start speaking in the Holy Spirit. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് Everybody. അന്യഭാഷകളിലൊന്ന് കരമുയർത്തി. Not only those who are in this ground, but those who are watching us live, right in your bedroom, right in your office, right wherever you are. The presence of God will touch you. ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവർ മാത്രമല്ല, ലൈവിൽ ഞങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളുടെ കിടപ്പുമുറിയിൽ, നിങ്ങളുടെ ഓഫീസ് റൂമിൽ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നു, ഇതേ അഭിഷേകത്തിന്റെ അഗ്നി നിങ്ങളുടെ മുറികളിൽ വ്യാപരിക്കുന്നു. Everyone, എല്ലാവരും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് Jesus, let your tangible presence, ദിവ്യ സാന്നിധ്യത്തിനായി സ്തോത്രം. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും എന്നും യോഗ്യനേശുവേ. ഹല്ലേലൂയ.
വീശിക്കൊണ്ട് എല്ലാരും ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. ജീസസ് സ്തുതികൾക്കും പുകഴ്ചയ്ക്കും എന്നും യോഗ്യനേ യേശുവേ. എല്ലാവരും കരങ്ങളെ വീശി ചേർന്ന് 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 Father, we thank you. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതി അർപ്പിക്കുന്നു. I pray in the name of Jesus യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ that പ്രാർത്ഥിക്കുന്നു. everyone standing over here and everyone here on, including me, we are thirsty for more and more of you. ഇന്ന് കർത്താവേ, ഇവിടെ ഈ പന്തലിലും ലൈവിലും കേൾക്കുന്ന എല്ലാവരും ഞാൻ അടക്കമുള്ളവർ അടുത്ത നിറവിനായി വാഞ്ചയോടെ ദാഹത്തോടെ ആയിരിക്കുന്ന കർത്താവേ, I am thirsty for you, Jesus. യേശുവേ, അങ്ങേക്കായി ഞാൻ അധികം ദാഹിക്കുന്നു. I am thirsty for more of you. അങ്ങേക്ക് വേണ്ടി അധികം ഞാൻ ദാഹിക്കുന്നു. And I know you will fill everyone who is with expectation, thirsty for more of you. കർത്താവേ, അങ്ങയാൽ കൂടുതൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്ന ദാഹിക്കുന്ന മക്കൾക്ക് വേണ്ടി അങ്ങ് നൽകി കൊടുക്കുന്നവനാണല്ലോ. We give you glory in Jesus' name. എല്ലാ മഹത്വവും ഞങ്ങൾ പിതാവേ അങ്ങേക്ക് തരുന്നു. In Jesus' name. യേശുവിൻ നാമത്തിൽ You may be seated. നമുക്കിരിക്കാം. I'll give a quick just jump from one place to another place and give you a short word which the Lord put in my heart. ഒരു വചനത്തിൽ നിന്ന് മറ്റൊരു വചനത്തിന് പെട്ടെന്ന് പോയി ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് ശുശ്രൂഷ അവസാനിപ്പിക്കാം. Jesus, before he went to be exalted and seated at the right hand of the Father, turned and said, peace be unto you. John 20:21. As my Father has sent me, I send you. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെടുമ്പോൾ യോഹന്നാൻ 20:21 നമ്മൾ വായിക്കുന്നു, അവരോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. The same mandate, the same grace, the same anointing, everything the same. We are, instead of Jesus walking on this earth, so our role model is Jesus. പിതാവ് പുത്രന് ഏത് ലക്ഷ്യം, ഏത് വിളി, ഏത് അഭിഷേകം, ഏത് ഉദ്ദേശം നൽകിയോ അതേ വിളിയിൽ എന്നെയും നിങ്ങളെയും ഈ ലോകത്ത് ആക്കി വെച്ചിരിക്കുക. And the moment you recognize who you are and what your calling is, you will become serious and have a regular continual fellowship with Jesus Christ. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ മേലുള്ള ദൈവിക വിളി എന്താണെന്നും ബോധ്യപ്പെട്ടാൽ യേശു കർത്താവുമായി ഒരു നിരന്തര കൂട്ടായ്മയിൽ നിങ്ങളായിരിക്കും. And that can happen only with the intimate relationship with the Holy Spirit. പരിശുദ്ധാത്മാവുമായ ഏറ്റവും ചേർന്നുള്ള ഒരു കൂട്ടായ്മയിലാണ് അത് സംഭവിക്കുക. That
intimate relationship with Holy Spirit will lead you the fellowship with Jesus. And when you have fellowship with Jesus, He will transform you every day in the likeness of His image. പരിശുദ്ധാത്മാവുമായി നിരന്തരമായ ആ അടുത്ത കൂട്ടായ്മ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നയിക്കും. അങ്ങനെ നാൾ തോറും ക്രിസ്തു തുല്യരായി നമ്മളെ അവിടുന്ന് രൂപാന്തരപ്പെടും. You will speak like Jesus. യേശുവിനെ പോലെ സംസാരിക്കാൻ You തുടങ്ങും. will look like Jesus. യേശുവിനെ പോലെ കാര്യങ്ങൾ കാണാൻ And you തുടങ്ങും. will set your mind in heavenly places because you understand you are not from below. You are citizen of heaven. You are here commissioned, deployed by Jesus Christ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഉയരത്തിൽ വെക്കാൻ തുടങ്ങും, ഉന്നതമായി ചിന്തിക്കാൻ തുടങ്ങും. ഈ ഭൂമിയിൽ ഒരു ശുശ്രൂഷ തകപ്പാനായി ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ഒരു പ്രതിനിധിയാണെന്ന ബോധ്യത്തോടെ ഇവിടെ നടക്കും. This is not our permanent home. We have been sent by Him on this planet for a mission. And I can tell you with full guarantee, the one in you is powerful. There is no power on earth that can stop you. ഈ ലോകം നമ്മുടെ നിത്യസ്ഥലമല്ല. ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാണ്. നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു വന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ പ്രതിനിധികളായി അവിടുന്ന് അയച്ച രാജ്യത്തിന്റെ പ്രവൃത്തി തികച്ച് അവിടെ പോകാനുള്ളവരാണെന്ന്. If you believe it, shout an amen. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞോട്ടെ. The Bible says you are partaker with Jesus Christ. 2 Corinthians chapter 6, we are co-workers with Him. 2 കൊരിന്ത്യർ 6 വായിക്കുമ്പോൾ കർത്താവിന്റെ കൂട്ടുവേലക്കാരാണ് എന്ന് നമ്മൾ വായിക്കുന്നു. 2 Corinthians 6:1 says we are co-workers with Jesus Christ. What a privilege. 2 കൊരിന്ത്യർ 6:1 പറയാണ്, യേശു ക്രിസ്തുവിന്റെ കൂട്ടുപ്രവർത്തകർ ആണ് ഞാനും നിങ്ങളും. എത്ര വലിയ സ്ഥാനമാണ്. And that is not one pastor or anybody else. Everyone sitting over here, you are not a believer but become a disciple. Like master, like disciple. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു പാസ്റ്റർ മാത്രമല്ല, പ്രത്യേക വിളിയുള്ള ആൾ മാത്രമല്ല, ഓരോ വിശ്വാസികളും കർത്താവിന്റെ കൂട്ടുവേലക്കാരായി ആമേ എങ്ങനെ ഗുരുവായിരിക്കുന്നു അപ്രകാരം ശിഷ്യനും ആകത്തവക്കണം ക്രിസ്തുവിന് പകരം നമ്മൾ ഇവിടെ ആയിരിക്കും. That is why Jesus said, He did not say go and preach what I did. No, He said go and teach what I taught you. യേശു പറഞ്ഞത് ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ ലോകത്തെല്ലാം പോയി പറയാനല്ല, ഞാൻ ചെയ്തത് പറയാനല്ല, മറിച്ച് ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചത് ലോകം മുഴുവൻ പഠിപ്പിച്ച് അവരെ എന്റെ ശിഷ്യരായി ശിരസിന് ചേർന്ന വ്യക്തികളാക്കി മാറ്റാനാണ്. The moment you learn that Christ is in you, the relation has changed. It is not God and a devotee, it is a father and son, it is a bride and a groom. ഇനി ആ കർത്താവുമായിട്ടുള്ള ബന്ധം നമ്മൾ തിരിച്ചറിയുമ്പോൾ യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധമല്ല, അപ്പനും മകനുമായിട്ടുള്ള ബന്ധം, കാന്തനും കാന്തയുമായിട്ടുള്ള ബന്ധം. ഞാൻ ആരാണ് എന്ന തികഞ്ഞ ബോധ്യത്തിൽ ഇവിടെ നടക്കും. Can you say amen? ഒരാമേൻ പറയാമല്ലോ. Hallelujah. After saying that you are the co-worker with Jesus Christ, 2 Corinthians 6:11, the Bible says, "O Corinthian, let not your heart be low, let not your heart be limited." 2 കൊരിന്ത്യർ 6 അതെ നിങ്ങൾ കർത്താവിന്റെ കൂട്ടുവേലക്കാരാണെന്ന് പറഞ്ഞിട്ട് 11-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടുക്കമുള്ളവരായി പരിമിതിയുള്ളവരായി മാറരുത്. There is no limitation for God. ദൈവത്തിന് പരിമിതിയില്ല. We all pray for revival. നമ്മളെല്ലാവരും ഉണർവിന് വേണ്ടി We പ്രാർത്ഥിക്കുന്നവരാണ്. are all praying. I'm not against prayer. പ്രാർത്ഥനയ്ക്ക് ഞാൻ എതിരല്ല. But after praying, go and preach the gospel. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയല്ല, പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ സുവിശേഷത്തെ പ്രസംഗിക്കണം.
unpreached gospel is a powerless gospel. But when the power is preached, the gospel is preached. The gospel is the power of God. Not was the power, is the power of God. സുവിശേഷം രക്ഷയ്ക്കായി ദൈവത്തിന്റെ ശക്തി ആയിരുന്നു നല്ല വചനം. എവിടെ വചനം പ്രസംഗിക്കുന്നു അവിടെ ദൈവം തന്നെയാണ് ക്രിയ ചെയ്യുന്നത്. If you believe it, shout a hallelujah. വിശ്വസിക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. The unpreached gospel is no gospel, but you pray. Jesus called the disciple, made them sit and sent them to preach. ആകയാൽ യേശുക്രിസ്തു തന്റെ സുവിശേഷത്തിനായി അവരെ അയക്കുമ്പോൾ അവരെ തന്റെ കൂടെ ഇരുത്തി അവരുടെ മേൽ അഭിഷേകം നിറച്ചു അവരെ സുവിശേഷമായിട്ട് അയച്ചു. I praise God for the prophets. I praise God for everybody. But I'll tell you, your faith can accelerate what you desire. നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളുടെ അകത്തെ വാഞ്ചയെ അത് ആക്സിലറേറ്റ് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. I'm not against prophets. ഞാൻ പ്രവചനങ്ങൾക്കെതിരല്ല. When I was saved in 1997, ഞാൻ 1997 രക്ഷിക്കപ്പെട്ട സമയത്ത് I never knew what to do. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. On this gallery, ഈ ഗാലറിയിൽ, ഈ കാണുന്ന ഗാലറിയിൽ, when in the morning people were walking around, I was alone there standing. Kottayam, receive Jesus as your Lord and Savior. രാവിലെ ആൾക്കാര് ഈ ഗ്രൗണ്ടിൽ കൂടെ വ്യായാമത്തിനായി നടക്കുന്നവർ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ഞാൻ ആ ഗാലറിയിൽ വന്ന് പ്രസംഗിക്കും, കോട്ടയമേ യേശുവിന്റെ വചനം കേൾക്കാം. ആരും കേൾക്കാനില്ല. There was no partner for me. I was alone. I could hardly walk, but I used to climb in this gallery, in this stadium, and declare there is no other name under heaven and among men to be saved. Only one name, Jesus Christ. അന്ന് ഞാൻ പൂർണ്ണമായി എന്റെ കാല് ശരിയായിരുന്നില്ല. ഈ കാലിങ്ങനെ വലിച്ചു വെച്ച് ആ ഗാലറിയുടെ മുകളിൽ കയറി പ്രസംഗിക്കും. ഈ ശൂന്യമായ ഗ്രൗണ്ടിനോട് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട രക്ഷയ്ക്കായി ഒരു നാമമേ ഉള്ളൂ, യേശു. Just imagine. No audience. അവിടെ കേൾക്കാൻ ആരുമില്ല. Empty stadium. സ്റ്റേഡിയം മുഴുവൻ But എംപ്റ്റിയായിട്ട്. I knew one thing. എന്നാൽ ഒന്നെന്റെ അകത്തറിയാമായിരുന്നു. I am a co-worker with the King of Kings and the Lord of Lords. രാജാതി രാജാവും കർത്താതി കർത്താവുമായ അത്യുന്നതന്റെ കൂട്ടുപ്രവർത്തകനാ ഞാൻ എന്നെ അകത്ത് എനിക്കറിയാമായിരുന്നു. ഇന്ന് നിന്ന് വിശ്വാസത്തിന്റെ പ്രവൃത്തി, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ നാട്ടുകാർ നിന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കും. പക്ഷെ നാളെ അതിനെ വിശ്വാസം എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങും. ഇന്ന് പകൽ നിന്നെ കൂടെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലെങ്കിലും ആൾക്കാർ നിന്നെ ചവിട്ടി അമർത്താൻ നോക്കുമ്പോഴും മനുഷ്യനല്ല നിന്നെ വിളിച്ചവൻ ഉയരത്തിലെ ശക്തിയാൽ നിന്നെ നിറച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെയും എന്നെയും തടയാൻ പറ്റത്തില്ല. I was alone standing there. അവിടെ ഒറ്റയ്ക്ക് നിന്ന ആ ഗാലറിയിൽ നിന്ന നാളുകൾ ഞാൻ ഓർക്കുന്നു. People were saying this man is mad. ഇവിടെ നടക്കാൻ വരുന്നു പറയും, ഇങ്ങേർക്ക് വട്ട എന്നാ തോന്നുന്നേ. എന്നാൽ ഇന്ന് this whole gallery to gallery stadium is not fit for heavenly church to assemble. എല്ലാ ഡിസംബർ 31 ആ കാണുന്ന ഗാലറി അടക്കം ജനങ്ങളെ കൊണ്ട് നിറച്ചു. അന്ന് പൊട്ടത്തരമെന്ന് ലോകത്തിന് തോന്നി. വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെക്കൂ, കർത്താവ് അത് നിവർത്തിക്കും. ഇന്ന് നിന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കും, ഇന്ന് നിന്നെ പല പേര് വിളിക്കും, നാളെ നിന്നെ വിശ്വാസത്തിന്റെ വീരൻ എന്ന് വിളിക്കും. This stadium is not enough. ഈ സ്റ്റേഡിയം ഒന്നും നമുക്ക് തികയില്ല.
This one stadium is not enough for us. ഈ ഒരു സ്റ്റേഡിയം നമുക്ക് തികയില്ല പ്രിയ ദൈവമക്കളെ. I will tell you and receive it as a prophecy. Hallelujah. Many governments are making big stadiums. That is not for Olympics. It is for the children of God to assemble and worship the King of Kings. If you believe it, shout a hallelujah. ഇന്ന് എന്റെ ഉള്ളിൽ കൂടെ ഒരു വാക്ക് വരുന്നു, ഒരു പ്രവചന വാക്കായിട്ട് എടുത്തുള്ളൂ. പല ഗവൺമെന്റും പണിതിട്ടിരിക്കുന്ന പല വലിയ സ്റ്റേഡിയങ്ങൾ, ഗ്രൗണ്ടുകൾ ദൈവമക്കൾ രാജാതിരാജാവിനെ ആരാധിക്കുന്ന സ്ഥലങ്ങളായി മാറ്റപ്പെടുന്ന ദിവസങ്ങൾ നമ്മുടെ കൺമുന്നിൽ കാണാൻ പോകുകയാണ്. Come on, shout that wonderful name. അത്ഭുത നാമത്തെ ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. Amen. Jesus. Hallelujah. Hallelujah. I used to say stadiums will be preached. സ്റ്റേഡിയങ്ങൾ നിറയുമെന്ന് അന്നേ ഞാൻ I പ്രസംഗിക്കുമായി. used to take pictures of Bonke meetings, take photostats, put it, paste it on my bathroom, paste it in my bedroom, paste it everywhere. Wherever I am walking, I am seeing the crowds, and I became pregnant with that vision. And I said, this is going to deliver not only in Kottayam but the ends of the earth. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, റെയ്നാഡ് ബോങ്കയുടെ ആഫ്രിക്കയിലെ മീറ്റിങ്ങുകളുടെ ചിത്രങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത് എൻ്റെ ബെഡ്റൂമിലും എൻ്റെ ഫാമിലി റൂമിലും എൻ്റെ ഡൈനിങ് റൂമിലും വീട്ടിലെല്ലാ ഭിത്തികളും ഒട്ടിച്ചു വെക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ബോങ്കെ പ്രസംഗിക്കുന്നതും കടല് പോലെ ജനങ്ങൾ നിൽക്കുന്നതും എൻ്റെ ഹൃദയത്തിലേക്ക് ഇതുപോലെ ഒരു ദിവസം വരുന്നു, എൻ്റെ പട്ടണത്തിൽ വരുന്നു, എൻ്റെ ഇന്ത്യയിൽ വരുന്നു എന്ന് പറയുമായിരുന്നു. ഇനിയും അതിൻ്റെ നാളുകൾ വർദ്ധിച്ച് പെരുകാൻ പോകുകയാണ്. I shared it with some people. I shared this with some people. അന്ന് ഈ ഉൾക്കാഴ്ച ഉണ്ടായപ്പോൾ ചില സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു. 1997 I said this. 1997 ഇത് പറഞ്ഞത്. They said like this. അവരിങ്ങനെ പറഞ്ഞു, Yes. അതെ, In 2007, prophets have prophesied that a revival will happen. ഒരു വലിയ ഉണർവുണ്ടാവുമെന്ന് ഇന്ന വർഷം പ്രവാചകന്മാർ പ്രവചിച്ചു. 2097 ഞാൻ നിൽക്കുന്നേ, 2007 നടക്കും എന്ന് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ പ്രാർത്ഥന മുറിയിൽ കയറി, കർത്താവേ 10 വർഷം എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല, ഉണർവ് എനിക്ക് ഇപ്പോൾ വേണം. യേശു എന്നോട് പറഞ്ഞു, പ്രവചിക്കുന്നവരല്ല ഉണർവ് തുടങ്ങുന്നത്, പ്രവചിക്കുന്നവരല്ല ഉണർവ് തുടങ്ങുന്നത്. ആകയാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന പറഞ്ഞ നാളിൽ ഉണർവ് ആരംഭിച്ച് കഴിഞ്ഞു. A preaching gospel is a powerful gospel. പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷമാണ് ശക്തിയുള്ള സുവിശേഷം. Hallelujah. I can already feel the fire falling. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഞാൻ ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നു. The Bible says, ബൈബിൾ പറയുന്നു, if Jesus said, as my Father has sent me, I send you. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും Hebrews അയക്കുന്നു. chapter 3. Then എന്നെ അയച്ചതുപോലെ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. Then I have an example to follow. No man but him alone. എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു പറഞ്ഞാൽ എനിക്ക് അതിനൊരു മാതൃകയുള്ളൂ, ആ യേശു. Hebrews chapter 3 and verse 1, the Bible says, എബ്രായ ലേഖനം 3:1 ബൈബിൾ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് യേശുവിന്റെ രക്തത്താൽ സ്നാനപ്പെട്ട് വേർതിരിക്കപ്പെട്ട സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ള ഓഹരി എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മേലുണ്ടായിരുന്ന അതേ വിളി, പാർട്ടേക്കർ, അൺഡിവൈഡഡ് പ്രോപ്പർട്ടി, അൺഡിവൈഡഡ് അനോയിന്റിംഗ്. യേശു ഭൂമിയിൽ നടന്നത് അതേ നിലയിൽ നടക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ,
നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ആരെ സൂക്ഷിച്ചു നോക്കണം? യേശുവിനെ. ആരെ നോക്കണം? ആ ദേവദാസ് അല്ലല്ല, ബോങ്കിൽ നിന്നല്ല, ബെനിഹിൽ നിന്നല്ല, ഒരാളിൽ നിന്നുമല്ല, ആ യേശുവിന്റെ നിറവിൽ നിന്ന് വേണം എനിക്ക് നിറയുവാൻ. വിളി യേശുവിൻ്റെതാണെങ്കിൽ യേശുവിൽ നിന്ന് വേണം നിറവ് പ്രാപിക്കാൻ. യേശുവിനെ സൂക്ഷിച്ചു നോക്ക്. എന്തായിരുന്നു യേശുവിന്റെ പ്രത്യേകത? വാക്ക്, കമോൺ കമോൺ കമോൺ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ, വിശ്വസ്തൻ, as he was faithful, അവൻ വിശ്വസ്തനായിരുന്നു. യേശു, Jesus was faithful. യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. ഭരമേൽപ്പിക്കുന്ന പണത്തിന്, ഭരമേൽപ്പിക്കുന്ന അഭിഷേകത്തിന്, ഭരമേൽപ്പിക്കുന്നത് വിശ്വാസമുള്ളത് കൊണ്ട് അത് വിറ്റ് കച്ചവടമാക്കത്തില്ല. അത് മറ്റുള്ളവർക്ക് സൗജന്യമായി കൊടുക്കാൻ നിന്റെ മേൽ പകരുന്നത്, ഹല്ലേലൂയ, നീ വിശ്വസ്തയോടെ ചെയ്താൽ, ഇന്ന് 10 പേരുടെ സഭ വിശ്വസ്തയോടെ ശുശ്രൂഷിച്ചാൽ ഏറെ കാര്യങ്ങൾക്ക് അല്പത്തിൽ ഇന്നിവിടെ ഇരിക്കുന്ന പല പാസ്റ്റേഴ്സിനും ചെറിയ സഭയായിരിക്കും. വിഷമിക്കണ്ട, സന്തോഷത്തോടെ അതിനെ ഒന്ന് നയിച്ചേ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അതിനെ ഒന്ന് നയിച്ചേ. അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. And then the Bible says, അതിനുശേഷം ബൈബിൾ പറയുകയാണ്, verse 8, the Bible says, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, യേശു പറഞ്ഞത് എന്റെ ആടുകൾ എന്റെ വചനം വായിക്കുന്നല്ല, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. It is not the word, it is the voice of the shepherd. എന്റെ ആടുകൾ എന്റെ വേർഡ് കേൾക്കുമെന്നല്ല, എന്റെ വോയിസ്, എന്റെ വചനം കേൾക്കുമെന്നല്ല, അതിനുള്ളിൽ കൂടെ എന്റെ ശബ്ദം കേൾക്കുമെന്ന്. How many of you want to be blessed financially also? നിങ്ങളിൽ എത്ര പേർ സാമ്പത്തിക നിലയിലും അഭിവൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? In the law, Deuteronomy 28 also says, if you heed to my voice, you will increase and never decrease. ആവർത്തന 28 ന്യായപ്രമാണം പറയുമ്പോഴും, ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങൾ നീ ശ്രദ്ധയോടെ ആ ശബ്ദം കേട്ടാൽ നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. Many great men of God can lay hands. I believe in impartation. But if your heart is not set right with Jesus, nothing will happen. മഹാന്മാരായ പല ദൈവദാസന്മാരെ കൊണ്ട് നമ്മുടെ തലയെ കൈവെപ്പിക്കാം. നിശ്ചയമായിട്ട് അവിടെ ഒരു പകർച്ചയുണ്ട്. പകർച്ചയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ ദൈവത്തോട് ഹൃദയം ലോലമായ ബന്ധത്തിൽ അല്ലെങ്കിൽ എത്ര പേർ കൈവച്ചാലും പ്രയോജനം ഉണ്ടാകില്ല. The Bible says, look Jesus, look at to Jesus. And then verse 8 says, go ahead. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് പകലും man shall not live by bread alone, but every word that proceeds. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന Today, ഇന്ന് ഇപ്പോൾ പുറപ്പെടുന്ന today, ഇന്ന് today, ഇന്ന് today, ഇപ്പോൾ today, ഇന്ന് now, ഇപ്പോൾ if you believe it is God speaking to you, ദൈവത്തിന്റെ ശബ്ദമാണ് നീ കേൾക്കുന്നതെന്നും ഒരു മനുഷ്യന്റെ വാക്കല്ല ദൈവ ശബ്ദം കേൾക്കുന്നെന്ന് തിരിച്ചറിയുന്ന ഒരു ലോല ഹൃദയത്തിൽ ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, go ahead. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. A hardness of heart cannot hear the voice of the Holy Spirit. ഒരു ഹൃദയം കഠിനപ്പെട്ടാൽ നമുക്ക് വചനം വായിക്കാം, പക്ഷെ അതിൽ കൂടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കില്ല. We can preach
and people will be healed. It is not because of our anointing, it is because of the name of Jesus. ഞാൻ പ്രസംഗിക്കും, ആൾക്കാർ രക്ഷിക്കപ്പെടും, രോഗികൾ സൗഖ്യമാവും. എൻ്റെ ഹൃദയകാഠിന്യത്തിലും എനിക്കിതൊക്കെ ചെയ്യാം. അത് എൻ്റെ ഗുണം കൊണ്ടല്ല, ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. That is why Jesus said like this. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്, Take heed of yourself. നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. Apostle Paul said, take heed of yourself, then the sheep. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെയും ആദ്യം നിങ്ങളെ തന്നെ, നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കാനാണ്. നല്ല ഒച്ചത്തിൽ പറഞ്ഞേ, എന്നെ തന്നെ സൂക്ഷിക്കണം. നമുക്കൊന്ന് വിളിച്ചു പറയാം, എന്നെ തന്നെ. Hallelujah. My running for Jesus and myself I have to protect. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 20 പറഞ്ഞ എൻ്റെ ഓട്ടവും എൻ്റെ ശുശ്രൂഷയും തികയ്ക്കണം. ആദ്യം എൻ്റെ ഓട്ടം. Hallelujah. Verse 12 the Bible says, how does it harden? എങ്ങനെയാണ് നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നതെന്ന് ബൈബിൾ പറയുന്നു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള നമുക്ക് സഭായോഗത്തിൽ പോകാം, അന്യഭാഷ വായിക്കാണും, ദൈവത്തിന്റെ ദാനമാണല്ലോ. കൃപാവരങ്ങൾ നടക്കും, ദൈവം തന്നത് തിരിച്ചെടുക്കത്തില്ല. പക്ഷേ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം, ഞാൻ സൂക്ഷിക്കണം. 1 Corinthians 15:33 the Bible says, evil company corrupts good habit. ആരുടെ കൂടെ ഞാൻ ഇരിക്കുന്നത്, ആരുടെ കൂടെയാണ് ഞാൻ നടക്കുന്നത്. 1 കൊരിന്ത്യരിൽ നമ്മൾ 2 കൊരിന്ത്യരിൽ നമ്മൾ വായിക്കുന്നു, 1 കൊരിന്ത്യർ 15:33 ദുർഭാഷണത്താൽ സദാചാരം കെട്ടുവരുന്നത്, ഇംഗ്ലീഷിൽ ഈവിൾ കമ്പനി, വേണ്ടാത്ത ബന്ധങ്ങളും അവരോടുള്ള വർത്തമാനങ്ങളും എൻ്റെ ഹൃദയത്തെ അഴുക്കാക്കും. One day Jesus was training his disciples. കർത്താവായ യേശു ഒരിക്കൽ തന്റെ ശിഷ്യരെ ട്രെയിൻ ചെയ്യായിരുന്നു. The gospel is training session of Jesus. സുവിശേഷം എന്ന് പറഞ്ഞ ശിഷ്യന്മാർക്കുള്ള യേശുവിന്റെ ട്രെയിനിങ് സെഷനുകൾ കാണാം. And the Bible says, Jesus said to his disciple, be careful what you hear. യേശു പറഞ്ഞു, നിങ്ങൾ എന്താ കേൾക്കുന്നത് എന്ന് സൂക്ഷിച്ചോ. Because every word you hear is a seed that falls into you. കാരണം നീ കേൾക്കുന്ന വാക്കുകൾ നിന്റെ നല്ല നിലമാകുന്ന ഹൃദയത്തിൽ വീഴുന്ന വിത്തുകളാണ്. How does the heart get hardened? എങ്ങനെയാണ് നമ്മുടെ ഹൃദയം വഷളാകുക? The Bible says, ബൈബിൾ പറയുന്നു, വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 3:13. എബ്രായർ 3:13 കൂടെ വായിക്കാം. But exhort one another daily, not once in a year. Right. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. Anyonym. Before I get a message, first I will talk to Thomas Abraham, Thomas brother, because he is a graduate in theology. He has told me you should be not going by emotion, you should be theologically correct also. ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ തോമസ് ഊട്ടി ബ്രദറോട് സംസാരിക്കും. അദ്ദേഹം തിയോളജിയിൽ ഡിഗ്രി ഉള്ള ആളാണല്ലോ. അദ്ദേഹം പറയും, നമ്മളെ ഒരു വികാരത്തിൽ കയറി ഒന്നും പറയരുത്, അത് ബിബ്ലിക്കലായിരിക്കണം. The Bible says daily being exalted. ദൈവവചനം പറയാണ്, പരസ്പരം നിങ്ങൾ പ്രബോധിപ്പിക്കണം. എന്നും, daily, ദിവസം തോറും, daily, എന്നും. Don't carry the anointing which you received at the day when you were saved. രക്ഷിക്കപ്പെട്ട നാളിൽ വന്ന അഭിഷേകം എൻ്റെ മേലുണ്ടല്ലോ എന്ന നിലയിൽ അങ്ങനെ പോകരുത്. Some people ask me, in the book of Acts chapter 2, the fire of the Holy Spirit came. Then why do we pray again for the Holy Spirit? എന്നോട് ചോദിക്കാറുണ്ട്, അപ്പോസ്തലപ്രവൃത്തി 2 അഗ്നി അഭിഷേകം വന്നല്ലോ, പിന്നെയും എന്തിനാ പരിശുദ്ധാത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കുന്നു? Oh yes, in Acts chapter 4:31, again the power of the Holy Spirit came and shook the place where they were sitting. അപ്പോസ്തലപ്രവൃത്തി 4 വരുമ്പോൾ 2-ാം അധ്യായത്തിൽ അഗ്നി പ്രാപിച്ചവർ വീണ്ടും ഒന്നിച്ച് പ്രാപിക്കുമ്പോൾ അഗ്നി അഭിഷേകത്താൽ അവർ നിറഞ്ഞെന്ന് വായിക്കുന്നു. Acts chapter 10, Peter is speaking, again the Holy Spirit falls. അപ്പോസ്തലപ്രവൃത്തി 10 വീണ്ടും പത്രോസിന്റെ പ്രസംഗത്തിൽ വീണ്ടും ആത്മാവ് ഇറങ്ങി അവരുടെ മേൽ വന്നെന്ന് വായിക്കുന്നു. Today, hallelujah, today again he is here ready for all those who are thirsty.
Almighty. ആകയാൽ ഇന്ന് പകൽ വീണ്ടും അതേ പരിശുദ്ധാത്മാവ് തന്റെ അഗ്നിച്ചിറകുകളുമായി ഇവിടെ നിൽപ്പുണ്ട്. വാഞ്ചിക്കുന്ന മക്കളെ, ഹൃദയ നൈർമല്യ മക്കൾക്ക് വിശ്വസിക്കുന്ന മക്കളുടെ മേൽ പകരുവാൻ. Luke 17, Jesus said, ലൂക്കോസ് 17 യേശു ഇങ്ങനെ പറഞ്ഞു, it is impossible that you be offended. നിങ്ങൾക്ക് ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യം. Everyone sitting here, including me, have been offended by someone or something, time or again. നമ്മൾ എല്ലാ കാലങ്ങളിലും ഞാനും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആരെങ്കിലും ഒക്കെ ഇടർച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തേക്കാം. But Jesus said, if a man comes back to you 7 times in a single day, forgive him. ഒരു മനുഷ്യൻ നിങ്ങൾക്ക് 7 തവണ നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാക്കിയിട്ട് വന്ന് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം. The disciples knew this is impossible. ശിഷ്യന്മാർക്ക് പിടി കിട്ടിയത് നടക്കുള്ള കാര്യമല്ല. യേശുവെ ഡിസംബർ 31 ക്ഷമിക്കാൻ പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കാം. ഒരു ദിവസം 7 പ്രാവശ്യം ഒരാൾ എന്നോട് തെറ്റ് ചെയ്തിട്ട് വീണ്ടും വന്ന് ക്ഷമ ചോദിക്കാൻ, come on. ലൂക്കോസ് 17:5 പറയാ, ആ ശിഷ്യന്മാർ യേശുവിനോട് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണേ. കാരണം അവർക്കറിയാം മാനുഷികമായ ഇത് അസാധ്യമാണ്. But I will tell you, എന്നാൽ ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ, if you have faith in God, you will forgive anybody. ഈ ദൈവത്തെ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നെങ്കിൽ, ആ വിശ്വാസമകത്തുണ്ടെങ്കിൽ ആരോടും ക്ഷമിക്കാൻ പറ്റും. യേശു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. യേശു ഇന്നും പ്രവർത്തിക്കുന്നവനാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറയാം, യഥാർത്ഥമായ ഹൃദയത്തിൽ ഒരു കയ്പും വെക്കാതെ ക്ഷമിക്കുന്നതാണ് യഥാർത്ഥ പെന്തക്കോസ്. യേശു, ചിലർ പറയും, കർത്താവേ ആ കയ്പ് എന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റണേ. മാറ്റാൻ പറ്റത്തില്ല യേശുവിന്, നിങ്ങൾ അനുവദിക്കണം. അതുകൊണ്ട് അത് കഴിഞ്ഞ ഉടനെ യേശു പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ ഈ കാട്ടത്തി മറയോട് വേരോടെ, കയ്പിന്റെ വേരോടെ കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ അത് നിങ്ങൾ പറയുന്നത് കേൾക്കും. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാം, കയ്പും വിദ്വേഷവും പകയും കുറ്റാരോപം പറഞ്ഞുകൊണ്ട് ദൈവദാസന്മാർ തലയില കയ്യല്ല കാലൂടെ വെച്ചാലും ഒന്നും നടക്കത്തില്ല. ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതാ വചനം പറയുന്നത്, നിങ്ങൾ ലോകത്തോട് അനുരൂപരാകരുത്. ലോകത്തിന്റെ സിസ്റ്റമാ കയ്പ് വെക്കുക, ലോകത്തിന്റെ സിസ്റ്റമാ പക വെക്കുക. ലോകത്തിന്റെ സിസ്റ്റം അനുരൂപനം എന്ന് പറയുമ്പോൾ അത് നിന്നെ ഒതുക്കിക്കളയും. നിങ്ങൾക്ക് ദർശനം കാണാൻ പറ്റത്തില്ല, വൈരാഗ്യമുള്ളവരുടെ മുഖം കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, പിൻപിലുള്ളതിനെ മറന്ന് മുന്നോട്ടുള്ളതിന് ഞാൻ ആയാൻ പോകുക. ഇന്ന് പകൽ ഈ പന്തലിൽ നിന്ന് ഇറങ്ങുന്ന മുമ്പേ മാനസാന്തരപ്പെട്ട് എന്റെ കർത്താവേ, എവിടൊക്കെ ഞാൻ തെറ്റിട്ടുണ്ടത് അങ്ങേക്ക് മാത്രം അറിയാം, വേറെ ആർക്കും കർത്താവ് വെളിപ്പെടുത്തത്തില്ല. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പറഞ്ഞാൽ എവിടെ രക്തമുണ്ടോ അവിടെ അഗ്നിയുമുണ്ട്. This is celebration of hope. ഇത് പ്രത്യാശോത്സവമാണ്. എന്ത് പ്രത്യാശ? യേശു വരുമെന്നുള്ള പ്രത്യാശ. ചിലർക്ക് അറിയണം സമയം, അതെന്നെ തലേദിവസം മാനസാന്തരപ്പെടാനാണോ? അല്ല, ദിനംതോറും എവിടെയാണോ തെറ്റിയത് അവിടെ കർത്താവേ ഞാൻ തെറ്റിപ്പോയെന്ന് പറയാൻ തയ്യാറാണോ? നിന്റെ മേലുള്ള അഗ്നി അവിടെ നിലനിൽക്കും. കർത്താവിനെ തട്ടി ഉണർത്തിയിട്ട് പറയും, സാരമില്ല, എൻ്റെ രക്തത്താൽ ഞാൻ നിന്നെ കഴുകി. ദൂരെ യാത്രയുണ്ട്, വാ എൻ്റെ കൂടെ ഒന്ന് പോ, എൻ്റെ കൂടെ ഒന്ന് വാ. എനിക്കൊരു മനുഷ്യനെ വേണം മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ, മറ്റുള്ളവരെ കയ്പ് വെക്കാതിരിക്കാൻ. എനിക്കൊരു മനുഷ്യനെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, മാനസാന്തരം. I was in Jabalpur. ഞാൻ ജബൽപൂരിലായിരുന്നു. The preaching started at 7 p.m.
7 മണിക്ക് വൈകിട്ട് എൻ്റെ പ്രസംഗം ആരംഭിച്ചു. 9:30 p.m. my translator is crying. എന്റെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ കരഞ്ഞുകൊണ്ടിരിക്കുക. He put the mic down. മൈക്ക് താഴെ വെച്ചു. And he said, Pastor, for a minute, sorry. 1 മിനിറ്റ് പാസ്റ്ററെ, ഒരു കാര്യം ഞാൻ ചെയ്തോട്ടെന്ന് പറഞ്ഞു. He ran down. It is a packed ground. He ran down, fell at the feet of his senior pastor and said, forgive me. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന കാര്യമാണ്. 4 ദിവസം മുമ്പേ നടന്ന കാര്യമാണ്. ഒരു ഗ്രൗണ്ട് നിറയെ ആൾക്കാരിയ്ക്കുകയാണ്. ഈ പാസ്റ്റർ മൈക്ക് താഴെ വെച്ചിട്ട് ഓടിച്ചെന്ന് ഒരു പ്രായമുള്ള ആളുടെ കാലയിലോട്ട് വീണു. തൻ്റെ സീനിയർ പാസ്റ്റർ, ഞാൻ തെറ്റിപ്പോയി പാസ്റ്ററെ, ക്ഷമിക്കണമെന്ന്. 10 o'clock mic is off. 10 മണിക്ക് മൈക്കെല്ലാം ഓഫ് ചെയ്യണം. The whole ground is running here and there. ആ ഗ്രൗണ്ടിൽ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്നു. ആൾക്കാർ ഓടുക, ഇങ്ങോട്ടും അങ്ങോട്ടും കെട്ടിപ്പിടിച്ച്, സോറി ഞാൻ തെറ്റിപ്പോയി. ഞാൻ പറയാം, കയ്പ് വെക്കാൻ ഒരു ധൈര്യവും വേണ്ട, പക്ഷെ ഞാൻ തെറ്റിപ്പോയെന്ന് പറയാൻ പരിശുദ്ധാത്മാവിന്റെ ധൈര്യം വേണം. മണി 12 ആയി, 1 ആയി, 1:30 ആരും ഗ്രൗണ്ട് വിടുന്നില്ല, ഞാനും വിടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയാ, ഞാൻ ദിനംതോറും ചാകുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാം, നിങ്ങളെ ഞാൻ ഏക കന്യകയായി യേശുവിനെ ഞാൻ വിവാഹം നിശ്ചയിച്ചിരിക്കെ സാത്താൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ അനിർമ്മല സ്നേഹത്തിൽ നിങ്ങൾ വഷളായി പോകുമോ? എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഫെസസ് സഭയോട് വെളിപ്പാട് പുസ്തകത്തിൽ യേശു വളരെയധികം പ്രശംസ പറഞ്ഞിട്ട് അവസാനം പറയാം, ഞാൻ ഒരു കുറ്റം കാണുന്നു, നിന്റെ ആദ്യ സ്നേഹം നിന്നിൽ കാണുന്നില്ല. സ്നേഹമാ, ഗലാത്യർ 5:6, സ്നേഹമാ വിശ്വാസമായി പരിണമിക്കുന്നത്. വിശ്വാസത്താല ഞാൻ ലോകത്തെ ജയിക്കുന്നത്. വിശ്വാസമോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. ആശയ്ക്ക് ഭംഗം വരുത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക് ലഭിച്ചത്. അടിസ്ഥാനം സ്നേഹമാണ്. നിങ്ങൾ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുമ്പോൾ ലോകമറിയും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാ. അല്ലെ, യേശു പറഞ്ഞില്ല അങ്ങനെ? നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ ലോകം പറയും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ. വഴിയാത്രയിൽ, വിശ്വാസയാത്രയിൽ എവിടെയൊക്കെയോ ആരൊക്കെയോ വിഷമിപ്പിച്ചു, അതൊന്ന് തള്ളിക്കളഞ്ഞേ. ഞാൻ വേണം അത് വിടാൻ, ഞാൻ വേണം വിടാൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ ഞാൻ പ്രവേശിക്കാം. 2 വചനം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ാമത്തെ വാക്യം. The Bible says, be angry and do not sin is King James version, but I read an amplified version which says, be angry at sin. നിങ്ങൾ കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത് എന്നുള്ളത് ആംപ്ലിഫൈഡ് വേർഷനിൽ പാപത്തോട് കോപിക്കുകയെന്ന് അവിടെ എഴുതി ഒരു അർത്ഥം എഴുതിയിരിക്കും. ആംപ്ലിഫൈഡ് ബൈബിൾ ഒരു വർഷം ഞാൻ വായിച്ചത് എങ്ങനെയാ, പാപത്തോട് കോപിപ്പീൻ എന്ന് പറഞ്ഞാൽ ഞാനും യേശുവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് എന്ത് തടസ്സമാണോ, ഒരു നല്ല പടയാളിയായി, നല്ല വിശ്വാസത്തിലും നല്ല മനസാക്ഷിയോടെയും യാതൊരു കാര്യങ്ങളിലും ഞാൻ കുടുങ്ങത്തില്ല. എനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്, പക്ഷെ ആരോടും എനിക്ക് അടുപ്പമില്ല. ഞാൻ ഉയരത്തിൽ നിന്നും വന്നതാണെന്നും തിരിച്ച് എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകേണ്ടിയവനാണെന്നും ഇടയ്ക്കുള്ള സമയം എൻ്റെ ദൗത്യം നിവർത്തിക്കാമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ നടക്കുന്നത്. Be angry at sin. പാപത്തോട് കോപിപ്പീൻ. പാപത്തോട് കോപിപ്പീൻ. Then it says, don't give place to the devil. സാത്താന് ഇടം കൊടുക്കരുത്. പാപത്തോട് ഷേക്ക് ഹാൻഡ് കൊടുത്ത. പാപം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും വ്യഭിചാരമായിരിക്കും, അതൊക്കെയാണ്. പക്ഷേ കുറ്റം പറച്ചിൽ, അഭിഷക്തരെതിരെ സംസാരിക്കരുത്. ദൈവം അഭിഷേകം ചെയ്തതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 14:4 പറയാ, എൻ്റെ ദാസന്മാരെ കുറ്റം വിധിക്കാൻ നീ ആര്? അവര് വീഴുവോ എഴുന്നേൽക്കുവോ അവരെ ഞാൻ നിർത്തുകയും ചെയ്യും. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിന്നെ വിട്ടുപോകും.
എനിക്ക് വേണ്ട. ഇടം കൊടുത്താലോ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും അല്ലാതെ വരുത്തില്ല. യേശുവിൻ്റെ കൂടെ നടന്നേ ജീവനും സമൃദ്ധിയായ ജീവൻ. എഫെസ്യർ 4:29 പറയാ, നിങ്ങളുടെ വായിൽ നിന്നും ദ്രവത്തോളം വാക്കുകൾ കൃപയല്ലാതെ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്ക് അല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. വേണ്ടെന്ന് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോയിക്കോണം. കാര്യം നിന്നിലുള്ള അഭിഷേകം വിലപ്പെട്ടതാണ്. അപ്പോസ്തലന്മാരെ പോലെ നടന്നാൽ അപ്പോസ്തലന്മാരെ പോലെ പ്രവർത്തിക്കാം. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് ക്രൂശിക്കപ്പെട്ട യേശുവും ഉയർത്തെഴുന്നേറ്റവനായ യേശു ആണെങ്കിൽ അതേ അഗ്നിയോടെ നിനക്ക് നടക്കാൻ പറ്റും. കേൾക്കുന്നവർക്ക് ഹലോ എന്നാണ് വിശേഷം, അവരുടെ കുറ്റം ഇവരുടെ അതിന്റെ കാരണം എന്താണെന്നും കൂടെ ഞാൻ പറയാം. സങ്കീർത്തനം 103:20 നിന്റെ വായിന്ന് പുറപ്പെടുന്ന ഓരോ വാക്ക് കേട്ട് മല്ലന്മാരായ ദൂതൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ എൻ്റെ വാക്കുന്ന ദ്രവത്തുള്ള വാക്ക് വന്നാൽ ദൂതന്മാർക്കൊരു തെറ്റിദ്ധാരണ വരും. ഇത് രാജകീയ പുരോഹിത വർഗമാണോ അതോ ലോകത്തിലെ ഒരു മനുഷ്യനാണോ? ലോകത്തോട് എനിക്ക് വേണ്ട. എനിക്ക് ലോകം തരുന്ന അവാർഡും വേണ്ട, എനിക്ക് ലോകം തരുന്ന പ്രശംസയും വേണ്ട. എനിക്ക് എൻ്റെ നാഥന്റെ വായിന്ന് കേൾക്കണം, നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ. നല്ലതല്ലാത്ത അരുതാത്ത വാക്കുകളൊന്നും വരരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവന്റെ ശബ്ദം കേൾപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ എനിക്ക് ലഭിച്ചിരിക്കുന്ന അത്രയും വലിയ രക്ഷ സൂക്ഷിച്ച് അവിശ്വാസിയുടെ ഇണയിലെ കൂടെ പിണ കൂടത്തില്ല. വെളിച്ചവും ഇരുട്ടും തമ്മിൽ എന്നാ ബന്ധം? എനിക്കത് വേണ്ട. എനിക്ക് കാരണം നല്ല മനസ്സാക്ഷിയോടെയും വിശ്വാസത്തോടെയും നല്ല പോരുത്തണം. Are you ready? അതിന് തയ്യാറാണോ? Are you ready for it? അതിനോട് ഒന്നുകൂടെ സമർപ്പിക്കാൻ തയ്യാറാണോ? How many of you will say, നിങ്ങൾ എത്ര പേര് പറയും, Holy Spirit, പരിശുദ്ധാത്മാവേ, somewhere in my walk of faith, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ചിലയിടത്തൊക്കെ കർത്താവേ, I have gone wrong. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. I have spoken ill. ഞാൻ വേണ്ടാത്തത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ശുശ്രൂഷ നിന്നിട്ട് തകരത്തില്ല പ്രിയമുള്ളവർ. ഈ വചനം എടുത്ത് ഒരൊറ്റ അണ്ണം അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു തലമുറയല്ല, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന മാർഗമായി സുവിശേഷ വേല ചെയ്തവർ നല്ല സ്ഥാനത്തെത്തി. എനിക്ക് യേശുവിൽ വിശ്വാസമാണ്. മനുഷ്യനല്ല മറന്നു പോകാൻ, പറഞ്ഞ വാക്ക് നിവർത്തിക്കും. ഇന്നവന്റെ ശബ്ദം കേട്ടാൽ forgiveness is the real Pentecost. ക്ഷമയാണ് യഥാർത്ഥ പെന്തക്കോസ്ത്. This is the temple of God. ദൈവത്തിന്റെ മന്ദിരമാണ്. എനിക്കിതിനകത്ത് കയ്പിന്റെ പേരൊന്നും വേണ്ട. റോമർ 11 അതാ പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ യാഗം അർപ്പിപ്പിൻ. വേദനയാണ്. നിങ്ങളോട് പറയാം, നാളത്തെ മീറ്റിങ്ങിന് വരുമ്പോൾ ഓരോ ആടിനെ കൊണ്ടുവരണം യാഗമാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, വേറെ ആരുമാണല്ലോ. പക്ഷെ ക്രൂശിൽ യാഗവസ്തുവും യാഗം അർപ്പിക്കുന്നവന് ഒന്നായി തീർന്നു. ആ ലെവലിൽ താഴെ പിതാവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ അല്പം താന്നു കൊടുത്താൽ ഒരു കുഴപ്പം വരത്തില്ല. എൻ്റെ യേശു ജയിക്കണം. എത്ര പേര് പറയും, കർത്താവേ എൻ്റെ കഴിവ് കൊണ്ട് അത് നടക്കത്തില്ല, എനിക്ക് അങ്ങയുടെ സഹായം വേണം പരിശുദ്ധാത്മാവേ. അന്തേരിയ ശബ്ദം കേൾക്കുമ്പോൾ സാഷ്ടാംഗം വീഴുന്നു. എന്തിലാ വിശ്വസിക്കുന്നല്ല, ആരിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിന്. എനിക്ക് എൻ്റെ കൂട്ടു സഹോദരനെ എനിക്ക് സ്നേഹിക്കാൻ മേലെങ്കിൽ
എത്ര വീര്യപ്രവൃത്തി നടന്നിട്ടും ഒരു ഗുണമില്ല. മാനസാന്തരം, ദിനംതോറും മാനസാന്തരം. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ പിശാചിനിടം കൊടുക്കത്തില്ല. ഇന്ന് എത്ര പേര് തീരുമാനിക്കും അത്? God can give you the fire if he can entrust you. Trust you with the fire. നിങ്ങളുടെ മേൽ കർത്താവിന് വിശ്വസിക്കാമെങ്കിൽ, നിങ്ങളിൽ ദൈവത്തിനെ ആശ്രയിക്കാമെങ്കിൽ, തൻ്റെ അഗ്നിയും നിങ്ങളുടെ മേൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പം കത്തും എന്ന് പറയാം, നിങ്ങൾ എല്ലാവരും എഴുന്നേക്കും. പക്ഷെ നിലനിൽക്കുന്ന അഭിഷേകം, നിലനിൽക്കുന്ന അഗ്നി വേണോ? ദിനംതോറും മാനസാന്തരപ്പെടണം. നമുക്കെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം, അക്കരങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യനോടല്ല. നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം നമുക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ബസിഖറബാഗലം വിട്ടു പോയിടാതെ കരങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിച്ച്. സംതിങ് അമേസിംഗ് ഈസ് ഹാപ്പനിങ് ഓവർ ഹിയർ. ഇവിടെ വളരെ അത്ഭുതകരമായ ചിലത് കർത്താവിന്റെ ആത്മാവ് ചെയ്യുകയാണ്. Holy Spirit is ministering to your spirit. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് ഇപ്പോൾ ശുശ്രൂഷിക്കുകയാണ്. Open your mouth and talk with the Holy Spirit. വായി തുറന്ന് പരിശുദ്ധാത്മാവിനോട് എല്ലാവരും സംസാരിച്ചു. Talk with the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിച്ചു. Holy Spirit, I don't know wherever I have gone wrong, but help me to forgive. Forgiveness is the real Pentecost. പരിശുദ്ധാത്മാവെ, എവിടെയൊക്കെ ഞാൻ ക്ഷമിക്കണോ, ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ക്ഷമയാണല്ലോ യഥാർത്ഥ പെന്തക്കോസ്ത്. Everyone, എല്ലാ കരങ്ങളും ഉയർത്തി വെച്ച്. അകലം വിട്ടു പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നു. അകലം വിട്ടു പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നു. നിന്മാർവോട് ചേർന്നു കിടന്ന ആ സ്നേഹത്തിലേക്ക്, ആ നിർമ്മല സ്നേഹത്തിലേക്ക്. Love is the fire. ആ മാർവോട് ചേർന്നു കിടന്ന ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന ഇനിയുള്ള പാഴാക്കാതെ നപ്പനായി വേല ചെയ്യും. ഇനിയുള്ള പാഴാക്കാതെ അപ്പനായി വേല ചെയ്യും. There is a very powerful move of the Holy Spirit happening over here. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു അഭിഷേകം നടക്കുകയാണ്. When it rains and you get wet, and wherever you walk there will be footprints of that water. എവിടെയൊക്കെ നീ അഭിഷേകത്തിന്റെ നനവിനാൽ പോകുന്നു, നീ ചെല്ലുന്നിടത്തെല്ലാം ആ നനവ് ദേശങ്ങളെ നനച്ചുകൊണ്ടിരിക്കും. Same way the fire of the Holy Spirit, when it falls upon you, wherever you stand, wickedness will be on fire, it will be on ashes. ഈ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധ അഗ്നി നീ പ്രാപിച്ച് നീ പോകുമ്പോൾ ചെല്ലുന്നിടത്തെല്ലാം നിന്നിൽ നിന്ന് അഗ്നി കണങ്ങൾ വീണുകൊണ്ടിരിക്കും. എല്ലാം അഗ്നി നിറഞ്ഞവരായി പോകുമ്പോൾ മാലാഖി പ്രവചനം പറയുന്നു, നിന്റെ ചവിട്ടുനടം ചാമ്പലായി പോകും. ദുഷ്ടന്റെ പ്രവൃത്തി ചാമ്പലാകും. കാരണം നീതി സൂര്യൻ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നിന്റെ കാലുകൾ അഗ്നികാലുകളാ. If you are ready, you will receive it from Jesus now. അതിന് റെഡിയാണോ? ഇപ്പോൾ ഓരോ റെഡി ആയിരിക്കുന്ന വ്യക്തികളും കർത്താവിൽ നിന്ന് അത് പ്രാപിക്കാൻ പോകുകയാണ്. Forgiveness first. ആദ്യം ക്ഷമ. Take the bitterness out. എല്ലാ കയ്പും വെളിയിൽ. And be the temple of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പാത്രമാവട്ടെ. As I say 1, 2 and 3, shout the name of Jesus. 1, 2, 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിച്ച് യേശുവേ എന്ന് ഹൃദയത്തിൽ നിന്നൊന്ന് വിളിക്കാം. And I know something extraordinary will happen. അത്ഭുതകരമായ എന്തോ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. Wherever you go, shakings will happen. എവിടെ പോകുന്നു അവിടെയെല്ലാം ഈ കുലുക്കങ്ങൾ സംഭവിക്കും. Are you ready? റെഡിയാണോ? 1, 2, 3. Receive the fire.
പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ പ്രാപിക്കുക. Receive from Jesus the fire of God. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ യേശുവിന്റെ തൃക്കരങ്ങളിൽ നിന്ന് Receive in the name of Jesus. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാപിക്കുക. Shout Jesus. ആ നാമം വിളിച്ചാട്ടെ, യേശുവേ. ഇവിടെ ബ്രദർ തങ്കു ബ്രദർ ശുശ്രൂഷിക്കുന്ന കണ്ടപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതിൽ ഒരാൾ ഞാനാണ്. കാരണം ഒരു 10-28 കൊല്ലം മുമ്പ് അദ്ദേഹം എൻ്റെ അടുത്ത് ഇരുന്ന് 1-2 വർഷക്കാലം തുടർച്ചയായിട്ട് ആരാധനയിൽ പങ്കെടുത്തു. നല്ല വിദ്യാഭ്യാസമുണ്ട്, ഇംഗ്ലീഷ് നല്ലതായിട്ട് സംസാരിക്കും, ഹിന്ദി നല്ലതായിട്ട് സംസാരിക്കും. ഞാൻ പറയും, സഹോദര ഒരു സാക്ഷി പറ. വേണ്ട വേണ്ട, ഇങ്ങനെ ശാന്തനായിട്ടിരിക്കും, എഴുന്നേറ്റ് പോകും. ഞാൻ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ ചില കാര്യങ്ങളിലൊക്കെ ഉത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ പാസ്റ്ററും കൂടെ അടുത്തിരിക്കുമ്പോൾ അദ്ദേഹം വന്നു. പാസ്റ്ററെ, ഞാൻ ഇവിടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു, ഞാൻ അവിടെ ഒരു പ്രാർത്ഥനാ കൂടിയവരെ ആരംഭിക്കട്ടെ എന്ന് ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞു, ഞാനും പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യണം. പാസ്റ്റർ വന്നൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങണമെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, അത് വേണ്ട, ഞാൻ കൂടെയുണ്ട്, ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഇത് സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് സാക്ഷ്യം പറയുവാൻ ലജ്ജ ഉണ്ടായിരുന്ന, കഴിവുണ്ടായിട്ടും പറയുവാൻ കഴിയാതിരുന്ന ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ് നമ്മളിന്ന് കണ്ടത്. ആയിരക്കണക്കിന് ആളുകളെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ, കൃപയിലേക്ക് കൊണ്ടുവരുവാൻ, അഥവാ സ്വർഗത്തിന് അവകാശികളാക്കുവാൻ നമ്മുടെ മധ്യത്തിൽ നിന്ന്, ഈ പട്ടണത്തിൽ നിന്ന് ദൈവം ഉയർത്തിയ ഒരു മനുഷ്യനാണ് മാത്യു കുരുവള എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി മാത്രം ഞാൻ ഇത്രയും പറഞ്ഞതാണ്.